നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2024 ബാലൻഡിയോറിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപനം അല്പം മുമ്പ് അവസാനിച്ചു. 30 അംഗ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ആരൊക്കെയാണ് ഇത്തവണത്തെ ബാലൻഡിയോറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജൂഡ് ബെല്ലിംഗാം, റൂബൻ ഡയസ്, ഫിൽ ഫോഡൻ, ഫെഡെ വാൽവെർദെ, എമിലിയാനോ മാർട്ടിനസ്, ഈ 5 പേരുടെ ലിസ്റ്റാണ് ആദ്യം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ അടുത്ത 5 പേരുടെ ലിസ്റ്റ് വന്നു. ഏർലിംഗ് ഹാലൻഡ്, നിക്കോ വില്യംസ്, ഗ്രാനിറ്റ് സാക്ക, ആർട്ടം ഡൗബിക്ക്, ടോണി ക്രൂസ്, റിട്ടയർ ചെയ്ത് ടോണി ക്രൂസ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നർത്ഥം. അടുത്തതായിട്ട് വന്ന 5 പേരുടെ ലിസ്റ്റ്: വിനി ജൂനിയർ, ഡാനി ഓൾമോ, ഫ്ലോറിയൻ വേർട്സ്, മാർട്ടിൻ ഒഡേഗാർഡ്, മാറ്റ് ഹമ്മൽസ്. ഇതാണ് മൂന്നാമതായിട്ട് വന്ന 5 പേരുടെ ലിസ്റ്റ്. ഇങ്ങനെ 5 പേരുടെ ലിസ്റ്റായിട്ടാണ് സാധാരണ അങ്ങനെ തന്നെയാണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. നാലാമത് വന്ന 5 പേരുടെ ലിസ്റ്റ്: റോഡ്രി, ഹാരി കെയ്ൻ, ഡെക്ലാൻ റൈസ്, വിറ്റിഞ്ഞ, അതുപോലെ കോൾ പാൽമർ, യുവതാരം കോൾ പാൽമർ ഇതാ ബാലൻഡിയോറിൻ്റെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത 5 പേരുടെ ലിസ്റ്റ് എത്തുകയായി. അതിൽ വന്നത് ഡാനി കർവാഹൽ, ലാമിൻ യമാൽ. ചെറിയ പ്രായത്തിൽ 17ാമത്തെ വയസ്സിലെ നോമിനേഷൻ കിട്ടിയിരിക്കുന്നു ബാലൻഡിയോറിൻ്റെ. ദെൻ ബുക്കായോ സാക്ക, മറ്റൊരു യുവതാരം, 22കാരൻ ബുക്കായോ സാക്ക. പിന്നെ ഹക്കാൻ ചെലനോളു, ഒപ്പം വില്യം സാലിബ. ഇതാണ് 5ാമതായിട്ട് വന്ന 5 പേരുടെ ലിസ്റ്റ്. ഒടുവിൽ അവസാനത്തെ പട്ടിക വന്നപ്പോൾ അതിലാണ് കിലിയൻ എംബാപ്പെ ഇടം പിടിച്ചത്. കിലിയൻ എംബാപ്പെ, ലൗറ്ററോ മാർട്ടീനസ്, അർജന്റീനയുടെ സൂപ്പർ താരം ലൗറ്ററോ മാർട്ടീനസ്, ഒപ്പം അഡമോല ലുക്മാൻ, അദ്ദേഹം അറ്റ്ലാന്റിക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിയത്, അദ്ദേഹം ഉൾപ്പെടുന്നു. ദെൻ ആന്റോണിയോ റൂഡിഗർ, അവസാനമായിട്ട് പുറത്തേക്ക് വന്നത് അലിയാൻഡ്രോ ഗ്രിമാൽഡോയുടെ പേരാണ്. ഇങ്ങനെ 30 പേരുടെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ ബാലൻഡിയോറിൻ്റെ ആ ഒരു അധികൃതർ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ആർക്കായിരിക്കും ബാലൻഡിയോർ പുരസ്കാരം അതറിയാൻ ഇനിയും കാത്തിരിക്കണം. ഒക്ടോബർ 28-നാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരദാന ചടങ്ങ് നടക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.